problem, example 1, page number 136. Find the number of 4-letter words with or without meaning which can be formed out of the letters of the word rose where the repetition of the letters is not allowed. നമുക്കിവിടെ ഒരു വേർഡ് തന്നിട്ടുണ്ട്, റോസ് എന്ന വേർഡ്. ഈ തന്നിരിക്കുന്ന വേർഡിൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് 4-letter വേർഡ്സ് നമുക്ക് ഉണ്ടാക്കണം. മീനിങ് ഉള്ളതും മീനിങ് ഇല്ലാത്തതും. മീനിങ് നോക്കേണ്ട കാര്യമില്ല. 4-letter വേർഡ്സ് നമുക്ക് ഉണ്ടാക്കണം. സോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ROSE എന്ന 4 ഡിസ്റ്റിങ്ക്റ്റ് ലെറ്റേഴ്സാണ്. ഈ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ലെറ്റേഴ്സാണ് ഈ 4 ഈ 4 ലെറ്റേഴ്സും യൂസ് ചെയ്തിട്ട് 4-letter വേർഡ്സ് നമുക്ക് ഉണ്ടാക്കണം. സോ വേർഡ്സ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് പ്ലേസ് ഉണ്ട്, സെക്കൻഡ് പ്ലേസ് ഉണ്ട്, തേർഡ് പ്ലേസ് ഉണ്ട്, ഫോർത്ത് പ്ലേസ് ഉണ്ട്. സോ ഹിയർ ഓരോ പ്ലേസിലേക്കും നമുക്ക് ലെറ്റേഴ്സ് ഫില്ല് ചെയ്ത് കൊടുക്കണം ആണല്ലോ. സോ ദാറ്റ് മീൻസ് വി ഹാവ് ടു പെർഫോം 4 ഇവൻറ്റ്സ്. സോ ഏതൊക്കെയാണ്? ഫസ്റ്റ് വി ഹാവ് ടു പെർഫോം. സോ നിങ്ങൾക്ക് ആൻസർ എഴുതുമ്പോൾ എഴുതാം, വി ഹാവ് 4 distinct letters ROSE. There are, so 4-letter words ആണെങ്കിൽ 4 vacant places. There are 4 vacant places. എന്നിട്ടൊരു 4 ബോക്സ് വരയ്ക്കുക. Now we have to perform the following 4 events. ആദ്യത്തെ event of filling up the first vacant place. ഒന്നാമത്തെ vacant place fill ചെയ്യണം. Second event of filling up second vacant place. Third event of filling up third vacant place. Fourth event of filling up fourth vacant place. ഈ 4 vacant places നമുക്ക് ഫില്ല് ചെയ്യണം. സോ നമുക്ക് ആദ്യത്തേതിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ കയ്യിൽ 4 ഡിസ്റ്റിങ് ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ പ്ലേസിലേക്ക് ഈ 4 ഏത് വേണമെങ്കിലും വരാം. സോ ദ ഫസ്റ്റ് പ്ലേസ് ക്യാൻ ബി ഫിൽഡ് ഇൻ 4 different ways. Okay, so I'm again writing that 4 vacant places here. Okay, so the first place can be filled in 4 ways by using any one of the letters ROSE. Okay, now following which, ഇവിടെ ഏതാണോ ഫില്ല് ചെയ്യുന്നത്, ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ്. സോ ഇവിടെ എടുത്ത 4 ലെറ്റേഴ്സിൽ ഇവിടെ എടുത്ത ലെറ്റർ രണ്ടാമത്തെ പ്ലേസിലേക്ക് വരാൻ പാടില്ല. So 4 letters ഒന്ന് ഇവിടെ already occupied ആയി. Remaining we have 3 different letters. So the second place can be filled in by any one of the remaining 3 letters in 3 different ways. Okay. Following which the third place can be filled in 2 different ways. Following which the fourth place can be filled in 1 way. മനസ്സിലായല്ലോ? Therefore the number of ways in which 4 places can be filled by fundamental principle of counting, FPC, fundamental principle of counting, that is multiplication principle. We have 4 into 3 into 2 into 1, that's equal to 24. So that means what? The required number of words. ROSE എന്ന റോസ് എന്ന വേർഡിൽ 4 ലെറ്റേഴ്സും യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 4-letter വേർഡ്സിന്റെ എണ്ണം 24. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. Find the number of 4-letter words with or without meaning which can be formed out of the letters of the word rose
where the repetition of letters is allowed. സോ ആദ്യത്തെ ക്വസ്റ്റ്യനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. ഇവിടെ റിപ്പീറ്റേഷൻ ഓഫ് ലെറ്റേഴ്സ് അലൗഡ് ആണ്. എന്നാൽ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ റിപ്പീറ്റേഷൻ ഓഫ് ലെറ്റേഴ്സ് അലൗഡ് അല്ലായിരുന്നു. സോ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഹിയർ വി ഹാവ് 4 distinct letters R, O, S, E in the word rose. Okay, first step എഴുതുന്ന സമയത്ത് അങ്ങനെ എഴുതാം. എക്സാമിനൊക്കെ എഴുതുമ്പോൾ here we have 4 distinct letters R, O, S, C. So നമുക്ക് 4 letter words ആണ് construct ചെയ്യേണ്ടത്. So we consider 4 vacant places. So here there are 4 vacant places. Now in this problem we need to perform 4 vacant places ഉണ്ടെങ്കിൽ ഈ 4 vacant places fill ചെയ്യണം. So 4 events നമ്മൾ perform ചെയ്യണം. So we have to perform the events, event of filling up the first vacant place, event of filling up the second vacant place, event of filling up the third vacant place and event of filling up the fourth vacant place. So നമുക്ക് എപ്പോഴും ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വേക്കൻറ്റ് പ്ലേസ് തന്നെ ഫില്ല് ചെയ്യാം. സോ ഫസ്റ്റ് വേക്കൻറ്റ് പ്ലേസ് ഫില്ല് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ലെറ്റേഴ്സ് ഈ 4 എണ്ണമാണ് R, O, S, E. സോ ഈ പ്ലേസിലേക്ക് ഈ 4 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും വരാം. So this place can be filled in 4 ways. Okay, ഇനി രണ്ടാമത്തെ പ്ലേസ് ഫില്ല് ചെയ്യാൻ പോകുമ്പോൾ എഗെയിൻ നമ്മുടെ കയ്യിൽ ഈ 4 ലെറ്റേഴ്സ് തന്നെയുണ്ട്. കാരണം ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ ഒരു ലെറ്റർ വന്നു കഴിഞ്ഞാൽ അതേ ലെറ്റർ തന്നെ രണ്ടാമത്തെ പ്ലേസ് ഫില്ല് ചെയ്യാനും നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, സോ ദ സെക്കൻഡ് പ്ലേസ് ക്യാൻ ബി ഫിൽഡ് ഇൻ 4 ways. തേർഡ് പ്ലേസ് ക്യാൻ ബി ഫിൽഡ് ഇൻ 4 ways. And fourth place also can be filled in 4 ways. So ഓരോ പ്ലേസ് ഫില്ല് ചെയ്യുമ്പോഴും നമ്മുടെ കയ്യിലുള്ള ലെറ്റേഴ്സിന്റെ എണ്ണം കുറയുന്നില്ല. കാരണം നമുക്ക് ആ ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. So by fundamental principle of counting, required number of words by FPC, fundamental principle of counting തന്നെ നേരത്തെ എഴുതണം നിങ്ങൾ. Required number of words is equal to multiplication principle യൂസ് ചെയ്യുമ്പോൾ ഇത് ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ അടുത്തതിലേക്ക് പോകുന്നത്. അത് രണ്ടും ഫില്ല് ചെയ്തിട്ടാണ് മൂന്നാമത്തതിലേക്ക് പോകുന്നത്. സോ ഓരോ പ്ലേസസ് ഫില്ല് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ട് മുമ്പത്തെ പ്ലേസിനെ ആശ്രയിക്കുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പ്രിൻസിപ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. സോ 4 into 4 into 4 into 4, 4 തവണ 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 256 എന്ന ആൻസർ കിട്ടും. Therefore required number of words here, that is 256.